ഹായ് ഗായ്സ്, ടോപ്പ് ഫോം സീരീസിലെ എപ്പിസോഡ് 7ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ എപ്പിസോഡിൽ അഖിനും ചിന്നും പിണങ്ങിപ്പോയതാണല്ലോ കണ്ടിരുന്നത്. 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അഖിന്റെ സ്റ്റേജ് പ്ലേ റിഹേഴ്സൽ കാണാൻ വേണ്ടിയിട്ട് ജിന്ന് വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അഖിനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ജിന്ന് റെഡി ആയിരുന്നില്ല. റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞപാടെ അവൻ ജോണീനെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവർ രണ്ടാളും കൂടെ പിന്നീട് ഒരു ബാറിലേക്ക് പോയി. ജോണി അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ജിന്നിന് നല്ല കനത്തിലൊരു ഡ്രിങ്ക് അവൻ ഓർഡർ ചെയ്തു. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ജിന്നിനറിയണം. ജോണി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ജോണി ഒരു ഫിസിക്കൽ റിലേഷൻ നടത്താൻ വേണ്ടി തുടങ്ങിയായിരുന്നു. പക്ഷേ ഉറക്കത്തിൽ അഖിൻ ജുൺ ജുൺ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ജോണിക്ക് മനസ്സിലായി അഖിന്റെ മനസ്സിൽ ഓൾറെഡി ഒരാളുണ്ടെന്ന്. അതുകൊണ്ട് അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷെ അഖിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ നടന്നെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അവൻ ഹിക്കിയൊക്കെ കൊടുത്ത് അവിടെ ഇവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വരിയിട്ടു. അല്ല, ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾ അടിച്ചു വിരിഞ്ഞോ? എങ്കിൽ ഒന്ന് പറയണേ. അഖിനെ പോലെ ഒരുത്തനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കാനാ? എന്റെ പൊന്നു മോനെ ജോണി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ചാൻസ് കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെ കിടക്കാറുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ, അതുള്ളതാണോ? ജോണിക്കെന്നാ ഇത് കേട്ടിട്ട് വലിയ കുലുക്കൊന്നും ഉണ്ടായില്ല. ഓ, നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. നീ എന്താ ഇത് പറഞ്ഞ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോവാണോ? എന്നാ കേട്ടോ, ഞാൻ കൂടെ കിടന്ന് തന്നെ ഈ റോളൊക്കെ ഒപ്പിച്ചത്. ഇത് നീ പോയി പറഞ്ഞ ആ പ്രൊഡ്യൂസേഴ്സ് കാശ് കൊടുത്ത് ഇതെല്ലാം ഒതുക്കി തീർത്തോളും. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓ, എനിക്കത് കേട്ടാ മതി. ഇനി നീ അഖിന്റെ അടുത്ത് ഇങ്ങനെ എങ്ങാനും പെരുമാറിയ നീ എന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്റെ ഈ ഡ്രിങ്ക്സ് തന്നു മയക്കാനുള്ള പരിപാടി എന്റെ അടുത്ത് നടക്കൂല. ഇതും പറഞ്ഞ് ചിന്നങ്ങ് പോയി. ജോണിക്ക് വല്ലതും തോന്നുവോ? അവനൊരു ലോഡ് പുച്ഛമല്ലാണ്ട് ഒരു കുന്തോ തോന്നിയിട്ടില്ല. രാത്രി അഖിൻ വിളിച്ചിട്ട് ജിന്ന് അഖിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അഖിൻ ആ മാല തിരികെ കൊടുക്കാനാണ് അവനെ വിളിച്ചത്. അന്ന് ജോണിയായിട്ട് എന്തൊക്കെയോ നടന്നെന്നാണ് അഖിൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അറിഞ്ഞോണ്ടല്ലെങ്കിലും ജിന്നിനെ ചീറ്റ് ചെയ്തു എന്ന് കരുതി അഖിൻ പൊട്ടിക്കരഞ്ഞു. ജിന്ന് അപ്പോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലടാ, ഞാനാണ് സോറി പറയേണ്ടത്, ദേ നീ ഇത് കേക്ക് എന്ന് പറഞ്ഞ് ജോണി നേരത്തെ പറഞ്ഞതൊക്കെ ഒരു തെളിവിന് വേണ്ടിയിട്ട് ജിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഇത് കേട്ട് അഖിന് സമാധാനായി. അവരുടെ സ്നേഹം ഒന്നുകൂടെ കൂടിയതല്ലാണ്ട് ഇത്തിരി പോലും കുറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ജിന്നിന് അവാർഡ് കിട്ടിയ അവരൊരുമിച്ച് താമസിക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൊമാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അഖിൻ അവന്റെ മുത്തശ്ശിക്ക് കത്തുകൾ അയക്കാറുണ്ട്. മുത്തശ്ശി ഇപ്പോ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്. അഖിന്റെ ഒരു ലെറ്റർ മുത്തശ്ശി വായിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിലവൻ ജിന്നിനെ മീറ്റ് ചെയ്തെന്നും ആക്ടിങ് മാത്രമല്ല അവന്റെ ഹാപ്പിനെസ് എന്നും മനസ്സിലാക്കിയതായിട്ടും എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ച് മുത്തശ്ശി സന്തോഷിച്ചു. അഖിന്റെ കാര്യങ്ങളൊക്കെ ജിന്ന് അറിഞ്ഞു കണ്ട് ചെയ്തു. അഖിന്റെ സ്റ്റേജ് പ്ലേന്റെ അന്ന് ജിന്നും കാണാൻ വന്നു. എല്ലാവർക്കും അത് ഇഷ്ടായി. ഇത് കഴിഞ്ഞ് അന്നത്തെ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ജോണിക്ക് കഴുത എന്ന് എഴുതിയ ബാൻഡേജും കുറച്ച് സ്വീറ്റ്സും കൊടുത്തിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ പറഞ്ഞു വിട്ടു. അഖിൻ ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സാരമില്ലടാ, നീ മുന്നത്തേലും നന്നായിട്ട് ചെയ്തു എന്നും പറഞ്ഞ് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്ക് ജിന്ന് അവിടേക്ക് വന്ന് ജോണിയുടെ കൈ പിടിച്ച് ഞെരുക്കി. അതെ അതെ, നീ നന്നായിട്ട് അഭിനയിച്ചു, എനിക്ക് ഇടയ്ക്ക് ആ ക്യാരക്ടറിനിട്ട് രണ്ട് കൊടുക്കാനും തോന്നി എന്നൊക്കെ പറഞ്ഞു. ജോണിക്ക് ഇത് കേട്ട് വല്ലതും പറയാൻ പറ്റുമോ? അവനൊന്നും പറയാണ്ട് ഇതും കേട്ടോണ്ട് നിന്നു. പിന്നീട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടിരുന്ന അഖിന്റെ അടുത്തേക്ക് ജിന്ന് വന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ഇനി എത്ര നാൾ കഴിഞ്ഞാലും നിന്നെ കാണാൻ പറ്റാ, എനിക്ക് ഓർത്തിട്ട് സങ്കടാവണു. നിന്റെ പറച്ചില് കേട്ടാത്തൊന്നും 3 ആഴ്ചയാന്ന്. 3 ദിവസമല്ലേ, അത് വെട്ടെന്നങ്ങ് പൊക്കോളും. 3 മണിക്കൂർ നീ ഇല്ലാണ്ട് എനിക്കൊരു മാസം പോലെയാ, അറിയോ? ഇവര് പറയുന്നതൊക്കെ ജോണി ഒളിച്ചു നിന്ന് കേട്ട് ബ്ലഷായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഒരു കുട്ടിച്ചക്കൻ വന്ന് ജോണിയെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഈ കുട്ടിച്ചക്കൻ നമ്മുടെ ജിന്നിന്റെ ഒരു ജൂനിയർ ആണ് കേട്ടോ. അവൻ ഇതിന്ന് ഒരു ക്യാൻഡി വേണം, അതിനാണ് ഇവനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. എപ്പിസോഡിന്റെ അവസാനം അഖിന് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം ആരോ എടുത്തോണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്.